മനുഷ്യന് ഈ ഭൂമിയിൽ ഇന്നും നാളെയും ഇനി നിത്യമായ കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സർവൈവിങ് ഉപജീവനത്തിനും അതിജീവനത്തിനും ആവശ്യമായ അനുധാരികൾക്കാണ് ഈ ദൈവം വാഗ്ദാനം കൊടുക്കുന്നത്. ഉപജീവനത്തിന് കൊടുക്കും, അതിജീവനത്തിന് കൊടുക്കും. ഒരു ബയോ യൂണിറ്റ്, മനുഷ്യൻ, മൃഗം, എന്ത് സംഭവമായാലും ഈ ഭൂമിക്ക് മുകളിൽ സർവൈവ് ചെയ്യണ്ടേ, അതിന് ദൈവം കൊടുക്കുന്ന സപ്പോർട്ടാണ്, സർവൈവിങ് സപ്പോർട്ട് ആണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോരോ ആ ടൈം വരുമ്പോൾ അതിൻ്റെ ഒരു സമയം എപ്പോഴാണ് ഓരോ ഇന്നത്തെ വിഷയമായിരിക്കത്തില്ല നാളെ വരാൻ പോണത്. ഇന്ന് നിങ്ങൾ ദൈവദൃശ്യന് ഉന്നയിക്കുന്ന കാര്യമായിരിക്കത്തില്ല അടുത്ത കൊല്ലം ഉന്നയിക്കുന്നത്, അത് വേറെ വിഷയമാണ്. അപ്പോൾ അതിന് വേറെ വാഗ്ദാനം ഉണ്ടാകും. ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളൊന്നാണ് ഐ വിൽ റിസ്റ്റോർ യു, ഞാൻ നിന്നെ പുനരുദ്ധരിക്കുമെന്നുള്ളത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലൊന്നാണ് ഞാൻ നിന്നെ പുനരുദ്ധരിക്കാം. കാര്യം ഇങ്ങനെ പറയാൻ കാര്യം, ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി, നല്ല സാക്ഷ്യമാണ്. പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് പുനരുദ്ധാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ്. കാരണം സാമ്പത്തിക കടങ്ങൾ വരാം, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതെല്ലാം റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കടത്തിലാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ചേട്ടാ ഈ വല്ല മാർഗവും ഉണ്ടോ ഈ കടങ്ങളെ എൻ്റെ ചതിങ്ങനെ കൈമലത്തും. ഇത്രയും വലിയ കടം വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് എന്ത് മീൻസ് വല്ലതും ഉണ്ടോ ഇത് പരിഹരിക്കുക? വീട്, പറമ്പ്, ഗോൾഡ്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ തരാനുള്ളത്, ലോൺ, എന്തെങ്കിലും മീൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ കൈമലത്തിയാൽ പിന്നെ ഈസിയാണ്. എന്നുവെച്ചാൽ സീറോ മീൻസ് എന്ന് എൻ്റെ അർത്ഥം അല്ലേ. നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമുക്ക് സീറോ മീൻസ്, നോബഡി ടു ഹെൽപ്പ് അസ്. മനുഷ്യനില്ല, ആളില്ല, അർത്ഥമില്ല, ഒന്നുമില്ല, ഒരു ഐഡിയ പോലും ഇല്ല, ആശയം പോലും ഇല്ല. ആളില്ല, അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആശയവുമില്ല. അതിനാണ് ഇവർ കൈമലത്തുന്നത്. ഇങ്ങനെ കൈമലത്തിയാലും ബൈബിള് അവനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതാണ് വാഗ്ദാനം എന്ന് പറയണത്. വാഗ്ദാനം അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇപ്പം ഇന്ന് ഈ ദിവസങ്ങളിലൂടെ ഉണ്ട്. ഡിക്സൺ അദ്ദേഹത്തിന് ഈ ഗൾഫിൽ ജോലിയാണ്. പക്ഷെ ഒരു കുഴപ്പം, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ആരോ തട്ടിപ്പ് നടത്തി. ഇപ്പം നമുക്ക് എല്ലാം ഭംഗിയായിട്ടൊക്കെ പോകത്തില്ലേ, പോയാലും നമ്മളെപ്പോഴും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയാമോ? ഈ ഗ്രീൻ പീരീഡ്സ് ഇല്ലേ, കാര്യങ്ങളെല്ലാം നല്ല കുഴപ്പമില്ലാതെ പോണ സമയത്ത് നിങ്ങൾ പിന്നീട് അമ്യൂസിങ് മൂഡിലായി പോകും. സിനിമ, പാട്ട്, വെള്ളവടി അല്ലേ, വീഡിയോ ഗെയിംസ്, നിങ്ങളുടെ കാര്യങ്ങളല്ലേ. ഇപ്പം തന്നെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ലീവായി കഴിഞ്ഞാൽ പിന്നെ എന്തായി, ചില പിള്ളേരൊക്കെ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടി കാട്ടിപ്പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ അമ്യൂസ്മെൻറ്റാണ്. നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സന്തോഷത്തിൻ്റെ പുതിയ മേഖലകളെ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകും. നമുക്ക് സന്തോഷം തരാത്തൊരു സാധനം പ്രാർത്ഥനയാണ്. ദൈവികമായ കാര്യങ്ങളാണ് സന്തോഷം തരാത്തത്. അപ്പം തന്നെ മനുഷ്യൻ ബേസിക്കായിട്ട് ദൈവികനല്ല എന്ന് നമുക്കറിയണം. കാര്യം നമ്മൾ ഒരു ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തണതാണത്. നിങ്ങൾക്കറിയാമോ, ഇനി ജീവനില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ആധ്യാത്മികത ഭയങ്കര പാടായിരിക്കും. ജീവനില്ലാത്ത ആൾക്കാർക്ക് പക്ഷേ എന്താ പ്രശ്നം, ഇപ്പോൾ ഒരു മത്സ്യം ചത്ത് കിടക്കണമെങ്കിൽ അത് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. ജീവനുള്ളതാണെങ്കിൽ അത് എതിരെ തന്നെ കാണാം, ഇങ്ങനെ അല്ലേ, എതിരെ വരും. ജീവൻ്റെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവനുള്ളതിൻ്റെ ലക്ഷ്യമാണ്. അതിങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കെതിരെ വരും. ഇപ്പം ശരീരത്തിൻ്റെ പ്രവണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വല്പം ലെഷർ ടൈം കിട്ടിയാൽ ഉടനെ അവർ കൂട്ടുകാരെ കണ്ടാൽ ഉടനെ
വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കണില്ലേ സാധാരണ. അപ്പോൾ അവർ വെള്ളം വീശാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്പം ടൈം കിട്ടിയാൽ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ട്. ജഡിക മനുഷ്യൻ ബൈബിൾ അതുകൊണ്ടാണ് മനുഷ്യൻ രണ്ടായിട്ട് തിരിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. സർവീശ്വര വാഴുക, സംഭൂജിത വാഴുക, എന്നെന്നും അങ്ങേ വർണ്ണിച്ചു വാഴ്ത്താൻ പുല്ലാങ്കുഴലായിടാം ഞാൻ. സർവേശ്വര വാഴുക, സംഭൂജിത വാഴുക, എന്നെന്നും അങ്ങേ വർണ്ണിച്ചു വാഴ്ത്താൻ പുല്ലാങ്കുഴലായിടാം. ഒരുമിച്ച് പാടുക. സർവേശ്വര വാഴുക, സംഭൂജിത വാഴുക, എന്നെന്നും അങ്ങേ വർണ്ണിച്ചു വാഴ്ത്താൻ പുല്ലാങ്കുഴലായിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്തോസ് 2:14-15. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം 15-ാം വാക്യമാണ്. ലൗകിക മനുഷ്യന് എന്ന് പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. ഇപ്പൊ മനുഷ്യരെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പം നീ ഏത് വർഗത്തിൽപ്പെടുന്നെന്ന് നോക്കണം. ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും. ശരീരത്തിന് കുറേ അധികം പ്രവണതകളുണ്ട്. ഇപ്പം നോൻപ് തീരാൻ പോകുകയല്ലേ. നോൻപ് തീരാൻ പോന്നിട്ട് നോൻപാണെന്നറിയാൻ പാടില്ലാത്ത എന്ത് മനുഷ്യരാണ്. നോൻപ് തീരാൻ പോകുകയാണ്, ഇപ്പോഴും നോൻപാണെന്ന് അറിയാത്ത മനുഷ്യരില്ലേ. അതാണ് ജഡിക മനുഷ്യരെന്ന് പറയണത്. അവരെന്താ ചെയ്യണത്? അവർ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം ശരിക്കും ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നോൻപ് കാലത്ത് ശാരീരിക സംയമനം പാലിക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കായിട്ട് നമ്മൾ ബൈബിൾ പറയണത് ബേസിക്കായിട്ട് നമ്മൾ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശരീരത്തിൻ്റെ പ്രവണത ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പാദം പിഴച്ചു ഗമിപ്പവർക്കാ പാദം തുളഞ്ഞു നിണം ചിന്തിനീ. പാദം പിഴച്ചു ഗമിപ്പവർക്കാ പാദം തുളഞ്ഞു നിണം ചിന്തിനീ. ഞാനാ മുറിപ്പാടിലെൻ കൈകളാ വീണ്ടും ഇരുമ്പാണിയേറ്റിൽ. ഞാനാ മുറിപ്പാടിൽ കൈകളാ വീണ്ടും ഇരുമ്പാണിയേറ്റില്ലേ. സർവേശ്വര വാഴുക, സംഭൂജിത വാഴുക, എന്നെന്നും അങ്ങേ വർണ്ണിച്ചു വാഴ്ത്താൻ പുല്ലാങ്കുഴലായിടാം
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. റോമ 8:12-13 തിരുവചനങ്ങൾ. റോമ ലേഖനം 8-12 ആകയാൽ സഹോദരരെ, പറഞ്ഞ ആകയാൽ സഹോദരങ്ങളെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. എപ്പോഴും നമ്മൾക്ക് ഇപ്പം നോൻപ് കഴിഞ്ഞാലും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകണം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ അതിജീവിക്കാനുള്ള. അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മാഭിഷേക മേഖലയിൽ കുറേ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം. ആത്മാഭിഷേകത്തിൻ്റെ മേഖലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടായാലും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തോടെ ഒട്ടി നിർത്താൻ കനിയണമേ. ഇപ്പം ബൈബിൾ എപ്പോഴും പറയുന്നത് സ്നേഹത്തോട് ഒട്ടി നിൽക്കണമെന്നാണ്. ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് ശാരീരികമായ അവകാശങ്ങളുണ്ട്. പക്ഷേ നോൻപ് കാലത്ത് നിങ്ങളൊരു സംയമനം പാലിക്കണമെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കും? ദൈവസ്നേഹത്തിൻ്റെ ബേസിലായിരിക്കും. നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് നമ്മുടെ ഒരു ആശയടക്കം, ഒരു ആത്മസംയമനം, അത് എന്തിനാന്ന് തരാം? അത് കർത്താവിനുള്ള സ്നേഹമാണ്. എന്തെങ്കിലും എൻ്റെ സഹോദരങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുമെന്ന് വെച്ചാൽ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജഡത്തിന്റെ അവകാശങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുകയും ആത്മസംയമനവും പുണ്യപ്രവൃത്തികളും വഴി ആത്മാവിനെ പുണ്യപൂർവ്വമാക്കാൻ എന്റെ സ്നേഹത്തോടൊട്ട് നിൽക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ആത്മാവിന്റെ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കും. തൊഴും നിന്മേനി ക്രൂര യഹൂദർ പിളർന്നതില്ലേ, മാലാഖമാർ തൊഴും നിന്മേനി ക്രൂര യഹൂദർ പിളർന്നതില്ലേ, ഞാനാമുറിപ്പാടിലിൻ കൈകളാ ഇരുമ്പാണിയേറ്റില്ലേ, ഞാനാമുറിപ്പാടിലിൻ കൈകളാൽ വീണ്ടും ഇരുമ്പാണിയേറ്റില്ലേ. സർവേശ്വര വാഴുക, സന്തോജിത വാഴുക, എന്നെന്നും അങ്ങേ വർണ്ണിച്ചു വാഴ്ത്താൻ പൊല്ലാം കുഴലായിടാം ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വരുന്ന ഇപ്പം ക്ഷമിക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് പ്രയോജനപ്പെടുത്തണം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ നോക്കണം. നമ്മളുടെ റിലേഷൻ ഒരു അബൈഡിങ് റിലേഷനാണ്. കവനൻറ്റിൻ്റെ ഒരു റിലേഷൻ, ഉടമ്പടിയുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരുമിച്ച് കൂടി വസിപ്പ്
സാധ്യമുള്ള ഒരു ബന്ധമാണ് കുടിവസിപ്പ്. നമുക്ക് നൊവേന കൂടിയാൽ കുടിവസിപ്പൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ സിംഗിൾ എഡ്ജ് പ്രയറിനൊക്കെ ഉള്ള കുഴപ്പമാണ്. ഇത് ഡബിൾ എഡ്ജ് പ്രയർ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രോമിസ് കുടിവസിപ്പാണ്. ഉടമ്പടി കറക്റ്റാണെങ്കിൽ കുടിവസിപ്പുണ്ടാകും. ഇപ്പോൾ തന്നെ ഞാൻ ഡിക്സൻ്റെ കഥ പറയാൻ പോയി. അപ്പോൾ കർത്താവ് വേറെ വചനം തന്നവൻ അങ്ങോട്ട് പോയതാണ്. ഇപ്പം തിരിച്ചു വരിക. എന്താ ഡിക്സൻ്റെ പ്രോബ്ലം വെച്ചാൽ അയാളുടെ കമ്പനി ഒരു ഫ്രോഡ് പരിപാടി തട്ടിപ്പ് നടത്തിയവർ അപ്പം തന്നെ അവർ രാജ്യം വിട്ടുപോയി. പക്ഷേ ഇവരെ പിടിച്ചു. ഡിക്സനെ 7 പേരെയും പിടിച്ചു. 7 പേരെയും പിടിച്ച് മാത്രമല്ല അവരെ കമ്പനി സസ്പെൻഡ് ചെയ്തു. പിന്നെ അന്വേഷണ വിധേയമായി അവരെ ഡിസ്മിസ് ചെയ്തു, ജയിലിലാക്കി. നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ജീവിതം നേരെ താഴേക്ക് വന്നെ കണ്ടില്ലേ? അപ്പോൾ അവർ ജയിലിലായി കഴിയുമ്പോൾ ഉടമ്പടി അവരത് സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇവർ ഉടമ്പടി എടുത്ത്. എന്തുടമ്പടി? ഓൺലൈൻ ഉടമ്പടി. അകലെയുള്ളവർക്ക് വേണ്ടി മാതാവ് തന്ന ഒരു ഏറ്റവും വലിയൊരു പാലമാണ് ഓൺലൈൻ ഉടമ്പടി. കാര്യം അവർക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഡിക്സൺ കൃത്യമായിട്ട് ചൊവ്വാഴ്ച ധ്യാനം കൃത്യമായിട്ട് കൂടും. ആൾ തട്ടിപ്പിൽ പെട്ട് ഫ്രോഡായിട്ട് പിടിച്ച് അങ്ങനെ സസ്പെൻഷനിലായി, ജോലി പോയി. അപ്പോൾ അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. കാര്യം പിള്ളേരൊക്കെ ഓരോരുത്തരും എത്തിയിട്ടില്ല. ജോലി പോയി, ശമ്പളം പോയി. അപ്പോൾ തന്നെ പിന്നീട് കേസുമായി ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുകയാണ്. സസ്പെൻഷനിലാകുമ്പോഴാണ് ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. പണ്ടൊക്കെ എന്നോട് ചിലർ ചോദിക്കുമായിരുന്നു, അച്ഛാ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ അവിടെ വന്ന് എടുക്കുന്ന അത്രയും ശരിയാകുമോ? ഞാൻ പറഞ്ഞ് നേർച്ച വസ്തു മാത്രമേ കിട്ടാതുള്ളൂ, ബാക്കിയെല്ലാം ഓൺലൈൻ ഉടമ്പടിയുടെ സെയിമാണ്. പിന്നെ സഹായിക്കേണ്ടത് ആരാണ്? നേർച്ച വസ്തു അല്ലല്ലോ, ദൈവമല്ലേ. ക്ലിയർ അല്ലേ? അപ്പം ഞങ്ങൾക്ക് അന്ന് കോവിഡ് കാലത്താണ് അമ്മ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. പിന്നെ ഇന്നെല്ലാം മനുഷ്യൻ ഇതുമാത്രം ഓൺലൈൻ ഉടമ്പടി എടുത്ത സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരാൻ പറ്റുന്നവർ പോയി എടുക്കരുത് കേട്ടോ. വരാൻ എടുക്കുന്നവർക്ക് നല്ല തീർത്ഥാടന ഉടമ്പടി തന്നെയാണ്. വരാൻ പറ്റാത്തവർക്കാണ് ഈ ഉടമ്പടി അമ്മ തന്നിരിക്കുന്നത്. ലൈറ്റേക്കാൻ്റെ പെർ റിക്വസ്റ്റാണ് ആദ്യം തന്നത്, അതിനപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി തന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് വൈഫ് നാട്ടിൽ ഓൺലൈൻ ഉടമ്പടിയുടെ എല്ലാം പാലിക്കുന്നുണ്ട്. ഡിക്സന് പാലിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ, അരമണിക്കൂർ വചനം വായിക്കുക, വചനം കേൾക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. വൈഫ് വിശുദ്ധീകരിച്ച് മക്കളുമായിട്ട് നാട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റപ്പാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു തകർച്ച വന്നാലും അവർ ഓൺലൈനിൻ്റെ ഒരു റോപ്പിൽ കെട്ടിയിട്ടിരിക്കണം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ അതിനുശേഷം പിന്നെ സംഭവിക്കണം എന്താണ്? ഈ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ അതിനേക്കാൾ മോശം, ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ അയാൾ ജയിലിലായിപ്പോയി. അതാണ് പ്രശ്നം. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ നേരത്തെ സസ്പെൻഷനേ ഉണ്ടായുള്ളൂ. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ജയിലിലായി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. പിന്നെ കോടതി പോകണം. കോടതിയിൽ അത് നമ്മൾ തെളിയിക്കണം. അതിന് വലിയ വക്കീൽ ഫീസൊക്കെ ആകും. ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ അവിടുന്ന് ജീവപര്യന്തരം 7 വർഷം കിടക്കേണ്ടി വരും. ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ വലുതാവും, വീടെല്ലാം കടം കയറി മുടിയും, നശിച്ച് നാറാണക്കല്ല് പറിക്കും. പെട്ടെന്നാണ് ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്, ജോബിനെപ്പോലെ ആയിപ്പോയെന്ന്. ഞാൻ പെട്ടെന്ന് അയാൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ജോബിനെപ്പോലെ ആയിപ്പോയെന്ന്. നമ്മൾ ജോബിൻ്റെ കഥ കേട്ടിട്ടേ ഉള്ളല്ലേ. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇരുട്ടിൻ്റെയും മുറിവിൻ്റെയും ചോരയുടെ ഇടക്ക് ആ മനുഷ്യൻ ഉടമ്പടി കീപ്പ് ചെയ്തു പോവുകയാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്ന പോലെ തന്നെ എടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കീപ്പ് ചെയ്ത് പോണത്. പലർക്കും എനിക്ക് വന്നിരിക്കുന്നത് എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കും, പക്ഷെ കീപ്പ് ചെയ്യുമ്പോൾ അവരവരുടെ ഒരു പ്രകൃതിയിലാണ് അത് ചെയ്യണത്. ചിലർക്കൊരു പ്രകൃതി ഉണ്ടാകത്തില്ലേ. ചില ആൾക്കാരുടെ ശരീരം ചൂടാണ്. ഇപ്പം എന്നെ ചുമ്മാ ഷെയ്ക്കാൻ തന്നാൽ തന്നെ നിങ്ങൾ കത്തും. പക്ഷേ ബോഡി ചൂടാണ്. ചില ആൾക്കാർക്ക് അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ഒരു കുഴപ്പമില്ല, കുഞ്ഞുനാൾ മുതൽ ബോഡി ചൂടാണ്. അവിടെ പ്രകൃതമാണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട്. ചിലർക്ക് എല്ലാം പകുതി ചെയ്യേണ്ട സ്വഭാവമായിരിക്കും. നിങ്ങൾ എല്ലാം ചെയ്യും അവർ, പക്ഷെ പകുതി ചെയ്യും.
എല്ലാം പഠിക്കും, പകുതി പഠിക്കും, പിന്നെ അവരുടനെ കളിക്കാൻ പോകും. എല്ലാം ചെയ്യണത്. ഇപ്പോൾ ഉടുപ്പ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ശരി, നമുക്ക് പാൻസ് കൊണ്ട് ഷർട്ട് കൊണ്ട് ഇസ്തിരി ഇടാൻ അത് തന്നെ ഈസി ആയി. അതിൻ്റെ മടിയന്മാരാണെങ്കിൽ ഈസി ആയിട്ടുള്ള സാധനം ആദ്യം തന്നെ ഷർട്ട് ഈ ഇസ്തിരി ഇടും. ആൾക്കാർ കാണുന്ന ഷർട്ടാണല്ലോ, പാൻസ് ഷർട്ട് ആരും നോക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഷർട്ട് ഇസ്തിരി ഇടും. ഇസ്തിരി ഇട്ടും പാൻസ് അവിടെ ഇരിപ്പുണ്ടാകും, അത് ഇടില്ല, അത് പിന്നെ ഇടാമെന്ന് പറയും, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പാൻസ് ഇട്ടിട്ടുണ്ടല്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പുതിയ ഷർട്ട് പുതുതാക്കാവുന്നത്. ഇതൊരു മെൻറ്റാലിറ്റിയാണ്, മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. പകുതി ഇട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടിട്ട് നടക്കും. ഇതാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ ഉടമ്പടിയിൽ അത് തന്നെ ആ ഫോർമാറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെരുമാറ്റവും ബിഹേവിയറിസവും കവനൻ്റെ ഒരു സബ്ജക്റ്റാണ് ശരിക്കും. ഇങ്ങനെ പകുതി ചെയ്ത് പകുതി ഇട്ട് കളയുന്ന ആൾക്കാരാണ്. അത് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഉറക്കം വന്നതൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ഉറക്കം വന്നതല്ലേ, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറക്കം വന്നുള്ളൂ ആ സമയത്ത്. അത് പക്ഷെ അവർ സിനിമ കാണിക്കുന്ന അവർ ഉറക്കമൊന്നും ഉണ്ടാകത്തില്ല. പ്രാർത്ഥന ഇങ്ങനെ അവർക്ക് വലിയ നേരിട്ട് ഇങ്ങോട്ട് റിട്ടേൺസ് ഇല്ലാത്ത എന്ത് ചെയ്താലും അവർ ടയേർഡാകും. അപ്പോഴപ്പോൾ റിട്ടേൺസ് ഇല്ലാത്ത, വരുമാനം ഇല്ലാത്ത എന്ത് ചെയ്താലും ടയേർഡാകും. ഇതാണ് നിൻ്റെ സ്വഭാവമെങ്കിൽ, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ സ്വഭാവം, ഈ ഒരു സ്വഭാവം ഞാൻ ഉടമ്പടി കൊണ്ടുവരത്തില്ല, ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ പ്രകൃതികള് ഒരു മുന്നേറ്റത്തിന് വിലങ്ങുതടിയാണെങ്കിലും ഉടമ്പടിയിലെ വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൃപ ആർജിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ എന്റെ ആന്തരിക പ്രകൃതിയെ നീ കഴുകണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ എല്ലാം പൂർത്തിയാക്കാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം വിളികളോട് ഏറ്റവും വിശ്വസ്തമായി പെരുമാറുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവസാനം ഈ മനുഷ്യൻ ജയിലിലാകുമ്പോഴും വീട്ടിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതിലും ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല.
പക്ഷേ ആ ഉടമ്പടിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോവുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് കാര്യം, ആന്തരികമായൊരു ബോധ്യം കിട്ടുന്നുണ്ട്, അമ്മ അയാളെ രക്ഷിക്കും എന്ന് ഉറപ്പായിട്ട് അയാൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അതിനേക്കാൾ മോശമായ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചോ? അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെയുള്ള അയ്യോപാപിയായിട്ടുള്ള ആ ഫെയ്ത്ത് ഉള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ അവർ പിന്നെ ഉടമ്പടിയിൽ ഉഴപ്പുകയും പഴയത് പോലും ചെയ്യാതിരിക്കും. അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ചിലർക്ക് അബദ്ധം പറ്റണത്. പക്ഷേ ഡിക്സൺ അങ്ങനെയല്ല. അയാളെ സസ്പെൻഷനായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി തിരിഞ്ഞപ്പോൾ അയാൾ ജയിലില്ലേ, പക്ഷേ അയാൾ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. വിശ്വാസി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തകർച്ചകളിലേക്ക് തന്നെ ഒരിക്കലും വിശ്വാസി വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട്. നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്നതെല്ലാം നല്ല സ്നേഹത്തിലായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ പറ്റും. ആൾക്കാരെല്ലാം പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ അധികം ഉപദേശിക്കേണ്ടി ഒന്നും വരണില്ല. ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കാൻ മുമ്പേ ഹോംവർക്ക് ചെയ്ത് വാട്ട് ഈസ് ദ കവനൻ്റ് ലൈഫ് അതെല്ലാം മനസ്സിലാക്കി എവനിൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, ഉടമ്പടി എടുക്കും മുമ്പ് തന്നെ കുമ്പസാരിച്ചൊരുങ്ങി ഒക്കെയാണ് ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി പോലും എടുക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബേസിക്കായിട്ട് ആകണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുക മാത്രമല്ല, ഒട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. സ്നേഹത്തിലേക്ക് അടുത്ത് വരാൻ പറ്റും. പക്ഷേ ദൈവത്തോടാണ് നീ അടുക്കണമെങ്കിൽ ഒട്ടാനുള്ള സാധ്യതയുണ്ട്. ബൈബിൾ എപ്പോഴും അങ്ങനെ ഒരു ഇൻറ്റിമസി, കോൾ ടു ഇൻറ്റിമസിയാണ്. അത് എപ്പോഴും ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും അതിൻ്റെ മനസ്സിൽ അതിൻ്റെ അകത്തുള്ളൊരു ഒരു മനസ്സുണ്ട് ദൈവത്തിന്. എന്താണ്? ദൈവത്തോട് ഒട്ടാനും ഐക്യപ്പെടാനും. പരിശുദ്ധ കുർബാനയ്ക്ക് തന്നെ നമ്മൾ എന്താ വിളിക്കണത്? കമ്മ്യൂണിയൻ എന്നല്ലേ വിളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എന്നർത്ഥമല്ലേ, കും. അതായത് അത് ലാറ്റിൻ പ്രത്യയമാണ് കും എന്നുവെച്ചാൽ വിത്ത് എന്നർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം, അബൈഡിങ്, കൂടെ വസിക്കാൻ. ഇപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറച്ച് വിജയങ്ങൾക്കോ സൗഖ്യങ്ങൾക്കോ ആണ്. പക്ഷേ ദൈവം ഉടമ്പടി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം. അത് ഇഫക്റ്റാണ്. നിങ്ങൾ പരീക്ഷ ജയിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ കേസ് ജയിക്കുന്നു, അതൊക്കെ ഇഫക്റ്റാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോസ് അതല്ല. കോസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവസ്നേഹത്തോട് നിങ്ങൾ അബൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇതാണ് കുറിഞ്ഞെന്ന് പറയണത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കവനൻ്റെ കുറിഞ്ഞെന്ന് പറയും. ഇപ്പോൾ കതിനേക്ക് ഒരു കുറിഞ്ഞുണ്ടല്ലേ, നമ്മൾ തീ എല്ലായിടത്തും തീ കത്തിച്ചാൽ കതിനെ പൊട്ടത്തില്ല. അതിൻ്റെ മരുന്നിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തീ വെച്ച് കൊടുക്കണം. ഉടമ്പടിയുടെ മരുന്നിരിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ, പത്രം കൊടുത്താലും ശരി, രോഗികളെ കാണാൻ പോയാലും ശരി, വസ്ത്രം കൊടുത്താലും ശരി, നിങ്ങൾ പറയണം, കർത്താവേ, നിന്നോട് സ്നേഹത്തിൽ ഒട്ടാനാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പ്രയോഗതലത്തില് നിർവഹിക്കുന്നത് സാങ്കേതികമായ നിബന്ധന നിറവേറ്റൽ അല്ല കർത്താവേ, മറിച്ച് അങ്ങയോടുള്ള സ്നേഹത്തിൽ എന്റെ ജന്മത്തെ ഒട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങളിലെ ഏറ്റവും വലുതാണല്ലോ നിങ്ങൾ എന്നിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. നിങ്ങൾ എന്നിൽ വസിച്ചു കഴിയുമ്പോൾ 15:7 അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തത് പാലിക്കപ്പെടുവാൻ അങ്ങേ സ്നേഹത്തിൽ ഒട്ടിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.